സുമസാറാണ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീൻസ് നമ്മുടെ എൻട്രൻസിന് പോകുന്ന കുട്ടികൾ, റിപ്പീറ്റേഴ്സ് ആണേലും ഇപ്പോൾ റെഗുലർ ആയിട്ട് +2 പഠിക്കുന്നവരാണേലും അവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണെന്ന് പറയാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സാം ഡ്യൂറേഷൻ നിങ്ങൾക്ക് എല്ലാം അറിയാവുമെന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാൻ എളുപ്പം ഒന്ന് പറയാം. നമ്മുടെ എക്സാമിന്റെ ഇപ്പോഴത്തെ രീതികളെന്ന് പറഞ്ഞാൽ 150 ക്വസ്റ്റ്യൻസുകളാണ് ടോട്ടൽ ഉള്ളത്. എല്ലാവർക്കും അറിയാം അല്ലേ? 150 ക്വസ്റ്റ്യൻസ്. ഇനി എല്ലാവർക്കും അറിയാമെങ്കിൽ പഠിച്ചോണം, കൃത്യമായിട്ട് പറയുകയാണേ. ഇതിനുള്ളിൽ നിന്നും നമുക്ക് വരുന്നത് മാത്സിന് 75 ക്വസ്റ്റ്യൻസ് കറക്റ്റ് പകുതി. ഒറ്റയാനാണ് കേട്ടോ. എല്ലായിടും ഒറ്റയ്ക്ക് പൊരുന്നതിനാണ് മാത്സ്. ഇവിടെ ആണെങ്കിൽ തന്നെ മാത്സ് 75, ബാക്കി ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ഉള്ളൂ 75. അപ്പോൾ മാത്സിന്റെ ഇമ്പോർട്ടൻസ് ഒരിക്കലും ആരും മറക്കരുത് കേട്ടോ. ഓക്കെ, രണ്ടാമത് നമുക്ക് വരുന്നത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് 75 ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിനുള്ളിൽ ഫിസിക്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45, കെമിസ്ട്രി ആരെന്ന് ചോദിച്ചാൽ 30. ഓക്കെ, ഇങ്ങനെയാണ് അവിടെയും ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അവിടെ ഫിസിക്സിനാണ് ഇത്തിലൂടെ കൂടുതൽ പ്രിഫറൻസ് കൊടുത്തേക്കുന്നത്. ഇനി ഇതിന് ടൈം നമുക്ക് അലോട്ട് ചെയ്തേക്കുന്നത് 3 മണിക്കൂറാണ്. ഓക്കെ, 3 hours ആണ് നമുക്ക് ഇതിന് ടൈം അലോട്ട് ചെയ്തേക്കുന്നത്. 3 hours. ഈ 3 hours എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 180 മിനിറ്റ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ 180 മിനിറ്റ്സ് കൊണ്ട് 150 ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ തന്നേക്കുന്നു. എന്ന് പറയുമ്പോൾ 180 ഡിവൈഡഡ് ബൈ 150 ആണ് നമ്മളുടെ ടൈം എന്ന് പറയുന്നത്. 150 മിനിറ്റ് ബൈ 150 എന്ന് പറയുമ്പോൾ 1.2 മിനിറ്റ്സ്. ഇതെന്തുവാണ് ഈ 1.2 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ? അങ്ങോട്ട് ക്ലിയർ, 1 മിനിറ്റ് കൂടുതലുണ്ടെന്ന് അറിയാം, പക്ഷെ ഈ 0.2 അല്ലേ? അപ്പൊ അതിന് നമുക്ക് സെക്കൻഡ്സ് ആക്കിയാൽ 12 6 72 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടത്. 72 സെക്കൻഡ്സ്. ഇപ്പൊ ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ 150 ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ചോദ്യം ചെയ്യാൻ 72 സെക്കൻഡ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇനി എല്ലാവരും ഈ 150 ക്വസ്റ്റ്യൻസുകളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അത് ചിലപ്പോൾ 100 ആകാം, 120 ആകാം, 80 ആകാം, 60 ആകാം, പല രീതിയിൽ കൂടെയാണ്. അപ്പൊ അതും അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസുകളുടെ എണ്ണം കുറയുമ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരാൾ 100 ക്വസ്റ്റ്യൻസേ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കും. 100 ക്വസ്റ്റ്യൻസുകളെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഞാൻ 100 ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്യാറുള്ളൂ. നമ്മളിങ്ങനെ പ്രാക്ടീസ് വന്ന സ്ഥിതിക്കോ അല്ലെങ്കിൽ അങ്ങനെ 100 ക്വസ്റ്റ്യൻസേ ചെയ്യുന്നുള്ളൂ, മതി. 150 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താലും നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. 100 ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 108 സെക്കൻഡ്സ് വരും കേട്ടോ. 108. അതെങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. 180 ഇൻറ്റു ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. 180 ഇൻറ്റു 60/100 ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് 108 സെക്കൻഡ്സ് കിട്ടും. ഈ 60 എന്ന് പറഞ്ഞാൽ സെക്കൻഡിലോട്ട് മാറ്റുക കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 100 ക്വസ്റ്റ്യൻസുകളെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. എങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് 108 മിനിറ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 മിനിറ്റിന് മേളിൽ പോയിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് ഇല്ല, 120 സെക്കൻഡ് വന്നെങ്കിലല്ലേ 2 മിനിറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് മോശമില്ലാത്ത ടൈം 108 സെക്കൻഡ്. ഓക്കെ, ഇനി ഇതിന്റെ സാധ്യതയെ കുറിച്ച് പറയാം. 100 ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്ന ഒരാള് നമുക്ക് നന്നായിട്ടൊക്കെ ഒരുവിധം പഠിച്ചു കേട്ടോ. അത്ര മോശമല്ലാതെ പഠിച്ചിട്ടാ പോയേക്കുന്നത്, അല്ലാതെ മുഴുവൻ കറക്കി കുത്തുകാരെ കുറിച്ചല്ല പറയുന്നത്. കുറച്ചൊക്കെ പഠിച്ചിട്ട് പോകുന്നവർ. 100 ക്വസ്റ്റ്യൻസ് നമുക്ക് ശരിയായിരുന്നെങ്കിൽ ഭാഗ്യവാനായിരുന്നു. എത്ര? 400 മാർക്ക് കിട്ടിയേനെ അല്ലേ? 400 എന്തായാലും കിട്ടാൻ പോകുന്നില്ല, അത് അത്ര എളുപ്പമല്ല. ഓക്കെ, അപ്പൊ ഈ 100 ക്വസ്റ്റ്യൻസുകൾ അപ്പം ഫുൾ ശരിയായെങ്കിൽ മാത്രമേ ഇത്രയും കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ 100 ക്വസ്റ്റ്യൻസിൽ 80 എണ്ണം ശരിയായി, ട്രൂ ആയി, ബാക്കി 20 എണ്ണം ഫോൾസും ആയി എന്ന് വിചാരിക്കുക. 100 എണ്ണത്തിൽ 80 എണ്ണമേ ശരിയാവുള്ളൂ, 20 എണ്ണം തെറ്റിപ്പോയി. അപ്പൊ അവന് കിട്ടുന്ന മാർക്ക് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80 ഇൻറ്റു 4 എത്ര കിട്ടുന്നത്? 320. ഓക്കെ, അപ്പോൾ 320 നമ്മുടെ കൈ കിട്ടത്തില്ല കേട്ടോ. 100 എണ്ണം അറ്റൻഡ് ചെയ്തു പോയി, 80 എണ്ണം ശരിയാവുള്ളൂ. നമുക്കിവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് 20 എണ്ണത്തിൻ്റെത് ഇൻറ്റു 1 വെച്ചുകൊണ്ട് വരുമ്പോൾ 20 മാർക്ക് മൈനസ് ചെയ്ത് അവന് 300 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 300 മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? 600ലാണ് ഈ 300. എന്ത് ഈ 600 എന്ന് പറഞ്ഞാൽ
15 നമുക്ക് ടോട്ടൽ മാർക്ക് എത്രയാണ്? 150 ക്വസ്റ്റിന് 4 മാർക്ക് വെച്ച 600 മാർക്കാണ് നമ്മുടെ കീം എൻട്രൻസിന് വരുന്നത്, എൻട്രൻസിന് മാത്രം. ഇതിനെ നെക്സ്റ്റ് 300 കൺവേർട്ട് ചെയ്യുന്നതാണ് കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. ഇതിനെ നമ്മൾ 300 കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് +2ന്റെ മാർക്ക് ഇതേപോലെ 300 എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെയുള്ള മെറ്റീരിയലും തരും. നമുക്ക് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഫുൾ സബ്ജക്റ്റിന്റെ ഉണ്ട്. ഇനി മാത്സ് മാത്രം വേണ്ടവർക്ക് അതുമുണ്ട്. ഓക്കെ, ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട മാക്സിമം കാര്യങ്ങളായിരിക്കും തരുന്നത് കേട്ടല്ലോ. നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന് എത്തുമ്പോൾ വേണ്ട ഏറ്റവും നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ്, ടഫ് ക്വസ്റ്റ്യൻസുകൾ, ട്രിക്സുകൾ, ഷോർട്ട് കട്ട്സുകൾ എല്ലാം തന്നുള്ള ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 600 മാർക്കാണ് ഈ, പക്ഷെ നമുക്ക് എന്താണ് ഇപ്പൊ ഈ രീതിയിൽ കൂടെ വരുമ്പോൾ ഒരു 300 മാർക്ക് കിട്ടുള്ളൂ. 300 മാർക്ക് കണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 300 മാർക്കാണ് ഈ 300. അപ്പൊ 600ൽ 300 എന്ന് പറയുമ്പോൾ അതിനെ 300ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയായിട്ട് മാറും? 150 ആവും കേട്ടോ. 600ൽ 300 എന്ന് പറഞ്ഞാൽ പകുതിയാണ്. അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്ത് 300ലോട്ട് മാറ്റുമ്പോൾ 300ൽ 150. ഓക്കെ, അപ്പൊ 300ൽ 150 കിട്ടി. എൻട്രൻസിന് വലിയ മാർക്ക് കേട്ടോ, അത്ര മോശമില്ലാത്ത മാർക്കാണ്. നിങ്ങളായിരിക്കും 300 150 പകുതിയുള്ളല്ലേ, എന്തായിരിക്കും? ഭയങ്കര മാർക്കാണ്, മോശമൊന്നുമല്ല. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെയൊക്കെ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ 150 നല്ല അടിപൊളി മാർക്കാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ എൻട്രൻസിന് ഒരു 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഒരു കണക്ക്. ഇനി നമ്മുടെ +2 മാർക്ക് ഉണ്ടല്ലോ, +2 മാർക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് 300ലോട്ടാക്കും. ഇപ്പൊ ഫുൾ കിട്ടിയ ഒരാൾക്ക് 300ൽ 300 കിട്ടി, ഒരു മാർക്കും പോയില്ല. അങ്ങനെയുള്ളവരുടെ എണ്ണം ഈ വർഷം കുറവായിരിക്കും കേട്ടോ, അത് വേറെ കാര്യം. എന്നാലും ഞാൻ പറയുക, 300ൽ 300 കിട്ടുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് ഇപ്പോഴത്തെ നോർമലൈസേഷന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, മാറ്റം വരുമെന്ന്. ഞാൻ അവർക്കാണെങ്കിൽ ഒരു 275 കൂട്ടുന്നുള്ളൂ കേട്ടോ. 300ൽ 275 എല്ലാം കുറച്ച് 25 കുറഞ്ഞു, അവിടെ പോയി. അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 425 മാർക്ക് വരുന്നുണ്ട് 600. ഓക്കെ, അടിപൊളി മാർക്കാണ് കേട്ടോ. 425 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ റാങ്ക് എത്രയൊക്കെ വരും? നല്ലൊരു റാങ്ക് ആയിരിക്കും, 5000-ത്തിലൊക്കെ താഴെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇത്രയും. അപ്പൊ ഈ രീതിക്കുള്ള ഒരു കാൽക്കുലേഷൻ മോഡിലാണ് നിങ്ങൾ പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള സ്കോർ ചെയ്യാം. അല്ലാതെ 150 ദിവസം വന്നു 150 ഞാൻ കറക്കി കുത്തിയിടാ, അതല്ല കാര്യം. നമ്മൾ ചെയ്യുന്നതിനുള്ളിൽ എന്തുമാത്രം പെർഫെക്റ്റ് ആകുന്നു എന്നുള്ള പെർസെൻറ്റേജ് ആണ് നമ്മൾ നോക്കേണ്ടത്, എന്തുമാത്രം പെർസെൻറ്റേജ് നമ്മൾ കാണാം. അപ്പൊ അതുകൊണ്ടല്ല 150 ചെയ്യണമെന്നില്ല. അപ്പം ഒരു 50 ക്വസ്റ്റ്യൻ വിട്ടാലും നിങ്ങൾ ആ രീതിയിൽ കൂടെ പഠിച്ചാൽ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ അല്ലാതെ എല്ലാം ചെയ്തു പോകാൻ എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ പറ്റത്തില്ല, പറ്റുന്നവരുണ്ടാവും. എന്നാലും നമ്മൾ മോസ്റ്റ്ലി നോക്കുമ്പോൾ ഒത്തിരി പേർക്ക് ഇത്രയും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മാർക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബിലോ 5000 4000 ഒക്കെ എത്തുന്നതിന് അതേപോലെ കിട്ടുന്ന ഒരു മാർക്കാണ്. ഒട്ടും കുഴപ്പമില്ല, നന്നായിട്ട് ഒരു 3000 എത്താം. അതുകൊണ്ട് നന്നായിട്ട് ഈ രീതിയിൽ കൂടെ ഒന്ന് പെർഫോം ചെയ്താൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. ഏകദേശം കണക്കുകളും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് ഈ 100 എന്നുള്ളത് 120 എന്നുള്ളതാക്കിക്കൊണ്ട് വേണ്ട കണക്ക് കൂട്ടാം. 80 ചെയ്യുന്നുള്ളൂ എന്ന് കണക്ക് കൂട്ടാം. അതിനോട് നിങ്ങൾ എത്രണ്ണം തെറ്റിച്ചു എന്നുള്ളത് വെച്ച് കണക്ക് കൂട്ടാം. എല്ലാം ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു പ്രയോജനമുള്ളതാണെങ്കിൽ മാക്സിമം മക്കളെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഓരോ കാര്യങ്ങൾ അടുത്തറിയുമ്പോഴായിരിക്കും അതിനോട് ഇൻട്രസ്റ്റ് വരുന്നത്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറകോട്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല രീതിക്കുള്ള എല്ലാ ഒരു കാൽക്കുലേഷൻ കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, എല്ലാവരും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലായ കാര്യം ഒന്ന് പോസ്റ്റ് ചെയ്തേക്കണം. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഗുഡ് ബൈ.